അങ്ങനെ വീണ്ടും നമ്മുടെ ജയറാം ഏറി തന്നെയാണ്. പുള്ളിന് ഉടനെ ഒന്ന് താഴോട്ട് ഇറങ്ങുന്ന ലക്ഷണമൊന്നും ഇല്ലെന്നാണ് തോന്നുന്നത്. ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന മറ്റൊരു ഇന്റർവ്യൂ ആണ് സമൂഹ മാധ്യമങ്ങളിൽ പിള്ളേർ എടുത്തിട്ട് അലക്കിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുമ്പാണ് ഈ ജയറാമിന്റെ ഒരു ഇന്റർവ്യൂ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ തന്നെ വൈറലായത്. 2020 എന്ന സിനിമയുടെ ക്ലൈമാക്സ് പോർഷനിൽ പുള്ളി ഇല്ലാഞ്ഞത് എന്താണ് എന്ന് തമിഴ്നാട്ടിൽ ചെന്നപ്പോഴത്തേക്ക് അവരോട് ചോദിച്ചപ്പോൾ പറഞ്ഞ് അത് ദീപാവലി ആയതുകൊണ്ട് ഞാൻ ആ പോർഷൻ വേണ്ടാന്ന് വെച്ചു. മലയാളികൾക്ക് വന്നപ്പോഴത്തേക്ക് മലയാളത്തിൽ കൊടുത്തിട്ടുള്ള ഇന്റർവ്യൂവിൽ പറഞ്ഞത് എനിക്ക് ശബരിമലയിൽ പോകേണ്ടത് കൊണ്ടാണ് ഞാൻ ആ ക്ലൈമാക്സ് പോർഷനിൽ നിന്ന് ഒഴിഞ്ഞെന്ന് പറഞ്ഞത്. അങ്ങനെ തമിഴ്നാട്ടിൽ ചെല്ലുമ്പോൾ തമിഴന്മാരെ സൂചിപ്പിക്കുക, മലയാളത്തിൽ വരുമ്പോൾ മലയാളികളെ സൂചിപ്പിക്കുക, കന്നഡയിൽ പോവുകയാണെങ്കിൽ കന്നഡക്കാരെ സൂചിപ്പിക്കുക. ഇതാണ് പുള്ളിയുടെ വിനയത്വം. പിന്നെ വിനയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിയെപ്പോലെ ഇത്ര വിനയമുള്ള ഒരാൾ മലയാള സിനിമ എന്നല്ല ഇന്ത്യൻ സിനിമയിൽ നമുക്ക് കാണാൻ സാധിക്കില്ല. അതുപോലെ അങ്ങ് വളഞ്ഞങ്ങ് വരും ഇയാളുടെ ഒരു വിനയം. സത്യത്തിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് നമ്മുടെ മലയാളത്തിന്റെ മഹാനടനായിട്ടുള്ള മമ്മൂക്ക പല പ്രാവശ്യം ഇയാളോട് എന്തോ ചോദിച്ചു എന്നാണ് പറയുന്നത്. അത് ഞാൻ പറയുന്നതിനെക്കാട്ടി നല്ലത് നമുക്ക് എന്താണ് എന്നൊന്ന് കേട്ടിട്ട് പെട്ടെന്ന് തിരിച്ചു വരാം. மம்முட்டி சாருக்கு ரொம்ப பிடிக்கும் ஃபார்மிங், அதெல்லாம் ரொம்ப பிடிக்கும். அவர் கிட்டத்தட்ட என்கிட்ட ஒரு 15 ഇയേഴ്സ്ക്ക് മേലെ കേട്ടിട്ട് இருக்காரு. ഒരു വാട്ടി എന്നെ കൊണ്ട് കാട്ടുறேன், എല്ലാം കൊണ്ട് കാട്ട വേണ്ട, ഇനി കുട്ടന്റെ കാണണം, കുട്ടന്റേതും കൂടി കണ്ടിട്ടേ നിങ്ങൾ പോകുള്ളൂ. അത് എന്നോട് പേഴ്സണലാ എനിക്ക് ഒരു സന്തോഷം, ഞാൻ കൊണ്ടുപോകാൻ മാട്ടേ. ഇത് തുറന്ന് കാണണം, കാണും, ഞാൻ മൈലുണ്ടാവും. ஆஹா பியூட்டிஃபுல். இங்கே சினிமா முடிச்சு எனக்கு கிடைக்கிற டைம்ல எல்லாம் ஜாஸ்தி டைம் நான் அங்கே தான் இருப்பேன். കൈതോല മാറ്റി വിരിച്ച് മറ്റൊരു പറ റൈസും വിതച്ച് സ്റ്റഡ് കുത്തഞ്ഞപ്പ വരുന്നുണ്ടെങ്കിലുമായി. ഇത് ഇപ്പോൾ സിനിമാன்னா നമുക്ക് மார்னிங் ஒரு 6 o'clockலேருந்து ആരംഭിക്കും. அங்கே எனக்கு 3:30க்கு ആരംഭിക്കും എന്നോട് വൺ ഡേ പുലർച്ചെ എഴുന്നേറ്റ് 1/2 മണിക്കൂർ കഴിഞ്ഞാൽ മതി, മണി 10 അറിയോ. காலையில் இந்த மாடுக்கெல்லாம் ஃபர்ஸ்ட் அந்த மில்கிங் எல்லாம் ஸ்டார்ட் பண்ணுறது 3:30க்கு. ഞാൻ ആദ്യമായിട്ട് നിന്റെ മൊലയും ഒന്ന് തൊട്ടപ്പോ നീ എന്റെ പുറത്തിട്ട് ചവിട്ടി അല്ലടി. നന്ദി വേണമടി, നന്ദി. 4லேருந்து ஆரம்பிக்கும். அது ஒரு 7:30 8 வரைக்கும் இருக்கும். திருப்பி அப்படியே அது ஒரு ப்ராசஸ் ஈவினிங் வரைக்கும். அதில் நான் ஃபுல் என்கேஜாக இருப்பேன். ഇത് കണ്ടോ മോളെ, കേരളത്തിലെ ലക്ഷക്കണക്കിന് ജനങ്ങൾ ഈ പാലാ നേരം വെളുത്താ കുടിക്കണത്. ഇനി മുതൽ എനിക്കും ഇത് മതിടി. നിന്റെ അകിടില് തൊടാനേ ഇനി മുതൽ എന്റെ പട്ടി വരും, പട്ടി. அல்லு அர்ஜுன் கூட ஒரு படம் பண்ணும். சரி சார். அப்ப அவர் ஒரு நாள் கூட கேரவனுக்கு போனது கிடையாது. ஃபுல்லா கூட தான் வெளில நான் சொல்லி வெளில. எதுக்குடா இங்க வந்த? ஏன்டா என்ன டென்ஷன் பண்ற? எங்க பார்த்தாலும் நீ அப்படி ஆல்மோஸ்ட் 30-40 days என் கூட സ്റ്റുഡിയോ வெளில தான் உட்கார்ந்திருப்பாரு. ഇതൊക്കെ ഒറിജിനൽ ആണെന്ന് അദ്ദേഹത്തിന് പറയുന്നത് വിശ്വസിക്കരുത്. ഇവൻ ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും മാത്രമാ വാ തുറക്കുന്നത്. എന്നിട്ട് ഈ പാവത്തിന്റെ നെഞ്ചിലും നെറ്റിയിൽ എഴുതി ഒട്ടിച്ചു ഞാൻ. ഐകുഞ്ചനേഴുമത അയ്യാററ്റുമതി ചോട് വെഞ്ചുമതി രണ്ടൊന്നു തത്വമതി മേവുന്നു നാദഹരി നാരായണായ. എന്നിട്ട് അടുത്ത ദിവസം വരുമ്പോ എന്നെ ഒരു പേപ്പർ മുഖത്തൊട്ടിച്ചിട്ട് വന്നു, എന്തുകൊണ്ട് എഴുതിക്കോളാം. എന്നോടൊന്നും ചോദിക്കരുത്, എനിക്കൊന്നും അറിയില്ല. നിങ്ങൾക്ക് അത്ര സംശയമാണെങ്കിൽ എന്റെ രക്തം, കഫം, മൂത്രം ഒക്കെ പരിശോധിക്കാം. യെസ് യു ക്യാൻ എക്സാമിനേഷൻ. அதுக்கப்புறம் பிரபாஸ் கூட பண்ணும்போது பிரபாஸ் கேரவனுக்கே போக மாட்டேன், என் கூட தான் வெளில உட்காந்து நிறைய விஷயங்கள் பேசிட்டு இருக்கோம். முதல்ல நான் ஒரு ரிக்வெஸ்ட் கேட்கலாமா? என்ன சார்? ஆரம்பிக்கிறதுக்கு முன்னாடி என்ன சார் சொல்லுங்க. இது எனக்கு கிடைச்ச ஒரு பெரிய வரப்பிரசாதம் அது. காரணம் உங்க முன்னாடி உட்காந்து இன்டர்வியூ பண்ண முடியறது, அதுக்குள்ள இந்த டேபிள் உட்கார முடியறது, அதெல்லாம் ரொம்ப பெரிய பெரிய விஷயம். കാലിൽ വീഴുന്നവനെ ഒരിക്കലും നമ്പരുന്നാണ് എന്റെ ജീവിതം എന്ന് പഠിപ്പിച്ച പാഠം. அல்ல கண்ணை மூடிட்டு இருக்கேன், சும்மா நீங்க 2 வார்த்தை ஜெயராம் வாங்க அப்படி ஏதாவது ஒன்று சொல்றீங்களா? எனக்கு அதை கேட்டுட்டு இருக்கிறதுக்கு എനിക്ക് ചൊറിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. നിന്റെ ഒടുക്കത്തെ തുമ്പലാണെന്ന് നീ മറക്കണ്ട. ജയറാം വാങ്ക, ജയറാം വണക്കം വാങ്ക. എന്റെ കൊച്ചേട്ട നിങ്ങൾക്ക് വല്ലതും കൂടിയോ? 4 ആളെ കണ്ട അവന്റെ തലക്ക് ഭ്രാന്താണെന്ന് അറിയത്തില്ലേ? വെറുതെ തള്ളിയിട്ട് പോയതാ. ഇങ്ങനെ கண்ணை இதாயிடுச்சு. தூரம் வழியெல்லாம் ரொம்ப പ്രമാദം. സത്യത്തിലുണ്ടല്ലോ നമ്മുടെ മലയാളികളെ പറയിപ്പിക്കാനായിട്ടാണ് ഈ ഒരു സാധനം ഇങ്ങനെ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ പോയിട്ട് ഇന്റർവ്യൂ കൊടുത്തോണ്ടിരിക്കുന്നത്. ആ ഒരു മനുഷ്യന്റെ മുമ്പിൽ ചെന്നിട്ട് പറഞ്ഞ്, സാർ എന്നെ ഒന്ന് ജയറാം എന്നൊന്ന് വിളിക്കൂ. അപ്പോൾ ആ ചെവി പൊത്തിയിട്ട് അതിങ്ങനെ കേട്ടിട്ട് പുള്ളിയുടെ കണ്ണൊക്കെ നിറയുന്നതും ആ വിനയം കൊണ്ട് നട്ടല് വളയുന്നതും ഒക്കെ നിങ്ങൾ കണ്ടല്ലോ. സത്യം പറയാമല്ലോ, എന്തൊക്കെയാണ് ഇയാൾ കാര്യം. സത്യത്തിൽ ഇയാൾ സിനിമയിലല്ല അഭിനയിക്കുന്നത്, ഇയാൾ ജീവിതത്തിലാണ് അഭിനയിക്കുന്നത്. 1 രൂപയുടെ വിനയം വിതറാൻ പറഞ്ഞാൽ ഇയാൾ ഒരു 1000 രൂപയുടെ വിനയം എടുത്തിട്ട് അങ്ങോട്ട് വിതറിക്കളയും. അമ്മാതിരി ഒരു കോമാളിയായിട്ട് ജയറാം മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 15 വർഷമായിട്ട്
മമ്മൂക്ക ജയറാമിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമായിരുന്നു. അതായത് ഇയാൾക്കൊരു ഫാമോ എന്തോ ഇതെങ്ങാണ്ട് എവിടെയോ ഉണ്ട്, അപ്പോൾ അത് എന്നെ ഒന്നുകൊണ്ട് കാണിക്കുന്നു പറഞ്ഞപ്പോഴത്തേക്കും ഞാനത് കാണിക്കത്തില്ല, മരിക്കുന്നവരെ നീ അത് ആരെയും കാണിക്കരുത്, കാണിച്ചാൽ ആരെങ്കിലും അത് തല്ലിപ്പൊട്ടിക്കും. എന്താണേലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ആശാൻ ഇപ്പോഴും ഏറി തന്നെയാണ്, താഴോട്ട് ഇറങ്ങിയിട്ടില്ല. ഇറങ്ങാനോട്ടുള്ള ഉദ്ദേശവും എന്തായാലും ഇല്ല എന്നാണ് തോന്നുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ എൻജോയ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കമൻറ്റുകൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെയ്ക്കും എല്ലാവർക്കും ബൈ.